ഈശ്വരായ നമഃ. നമസ്കാരം. ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. കൊല്ലവർഷം 1200 ധനുമാസ ഫലങ്ങൾ പരിശോധിക്കാം. അശ്വതി, ഭരണി, കാർത്തിക, ആദ്യത്തെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ധനുമാസ ഫലങ്ങൾ പരിശോധിക്കാം. ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ധനുമാസത്തിൽ വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള മാസമാകുന്നു. കർമ്മസംബന്ധമായി വളരെയധികം ഫലസിദ്ധി ഉള്ള മാസമാകുന്നു ഈ ധനുമാസം. കാര്യവിജയവും സ്വർണ്ണാഭരണ ലാഭവും സന്തോഷദായകവുമാകും ജീവിതം. ആഹാരസുഖവും സുഗന്ധദ്രവ്യ ലാഭവും ബന്ധുഗുണവും ഉണ്ടായിരിക്കും. എങ്കിലും ചെറിയ തോതിൽ ദുഃഖവും ഭയവും ഉണ്ടാകുവാൻ ഇടയുണ്ട്. ഇനി കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ധനുമാസ ഫലങ്ങൾ പരിശോധിക്കാം. പൊതുവെ നല്ല ഫലങ്ങളാകുന്നു ഇടവക്കൂറുകാർക്ക്. ധനലാഭവും കാര്യവിജയവും സിദ്ധിക്കുന്നതായിരിക്കും ഈ മാസം. സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മകീരം അന്ത്യപകുതി, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ധനുമാസ ഫലങ്ങൾ പരിശോധിക്കാം. പൊതുവെ അത്ര അനുകൂലമല്ല മിഥുനക്കൂറുകാർക്ക്. ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളുമായി കലഹിക്കുവാനുള്ള സ്വഭാവം മുന്നിട്ട് നിൽക്കുന്നതിനാൽ പരമാവധി അതിലേക്കൊന്നും പോവാതെ ശ്രദ്ധിക്കുക. സത്കർമ്മങ്ങൾക്കെല്ലാം വിഘ്നത കാണുന്നുണ്ട്. അധികാരസ്ഥാനത്ത് ഇരിക്കുന്നവരിൽ നിന്നും അത്ര അനുകൂലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ലഭിക്കുകയില്ല. എങ്കിലും നിങ്ങളുടെ ഗ്രഹനിലയ്ക്ക് അനുസരിച്ച് ഓരോരുത്തർക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ആയതിനാൽ ഈശ്വരാധീനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക. എങ്കിലും കാര്യവിജയവും ചെറിയ തോതിലുള്ള ധനലാഭവും സുഹൃത്ത് ബന്ധങ്ങളും ബന്ധുമിത്രാദികളുമായി കാണുവാനുള്ള അവസരങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും നല്ല കർമ്മങ്ങൾ പരമാവധി ചെയ്യുകയും ഈ മാസം പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചിരിക്കും. ആയതിനാൽ ഈശ്വരനോട് നന്നായി പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും. ഇനി പുണർദം കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാരുടെ ധനുമാസ ഫലങ്ങൾ പരിശോധിക്കാം. വളരെ നല്ല അനുഭവങ്ങളാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വരുവാൻ പോകുന്നത്. ധാരാളം യാത്ര ചെയ്യുവാനുള്ള അവസരങ്ങളുണ്ടാകും. സൽക്കാരങ്ങൾ ലഭിക്കും. ബന്ധുമിത്രാദികളുമായി ഒത്തുചേരുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. കാര്യവിജയം, ധനാഗമനം ഇവയൊക്കെ സിദ്ധിക്കുന്നതായിരിക്കും. മത്സര പരീക്ഷകളിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിജയിക്കുന്നതായിരിക്കും. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അനുകൂലമായിട്ടുള്ള സമയമാകുന്നു. ഗൃഹാന്തരീക്ഷം ശോഭനീയമായിരിക്കും. ഇനി മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ധനുമാസ ഫലങ്ങൾ പരിശോധിക്കാം. ഈ കൂറുകാർക്ക് വളരെയധികം ഗുണപ്രദമായിട്ടുള്ള മാസമാകുന്നു ധനുമാസം. ആരോഗ്യം നന്നായിരിക്കും. ധാരാളം യാത്ര ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കാര്യവിജയം സിദ്ധിക്കും. എങ്കിലും അമിതമായിട്ടുള്ള ചിലവുണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ അത് പരമാവധി നിയന്ത്രിക്കുക. അതായത് പണം ചെലവഴിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കുക. ഇനി ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ധനുമാസ ഫലങ്ങൾ പരിശോധിക്കാം. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് വരുവാൻ പോകുന്നത്, ഈ മാസത്തിൽ ലഭിക്കുവാൻ പോകുന്നത്. ഗൃഹാന്തരീക്ഷം ശോഭനീയമായിരിക്കും. ബന്ധുമിത്രാദികളുമായി ഒത്തുചേരൽ. ധനപരമായി വളരെയധികം നല്ല മാസമാകുന്നു ഈ മാസം. ആയതിനാൽ കർമ്മരംഗത്ത് നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലം ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഈ കൂറുകാർക്ക് ഭൂമി ലാഭവും ഉണ്ടാകുന്നതായിരിക്കും. ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. ഇനി ചിത്തിര, ചോതി,
വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ധനുമാസ ഫലങ്ങൾ പരിശോധിക്കാം. തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അനുഭവങ്ങൾ ഉള്ള മാസമാകുന്നു ധനുമാസം. സന്താനങ്ങളെ കൊണ്ടുള്ള ലാഭം, ബന്ധുക്കളെ കൊണ്ടുള്ള ഗുണങ്ങൾ, ഗുരുജനങ്ങളിൽ നിന്ന് സന്തോഷം, ധനലാഭം എന്നിവ സംഭവിക്കുന്നതായിരിക്കും. എങ്കിലും ചില ചെറിയ രോഗവും സ്ത്രീ സുഖാനുഭവങ്ങൾക്ക് തടസ്സവും അനുഭവം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇനി വിശാഖം, കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ധനുമാസ ഫലം പരിശോധിക്കാം. ഈ കൂറുകാർക്ക് വളരെയധികം ഗുണപ്രദമായിട്ടുള്ള മാസമാകുന്നു ധനുമാസം. ധനുമാസത്തിൽ ആരോഗ്യം വീണ്ടെടുക്കും, ഗൃഹസ്ഥലം മോടി പിടിപ്പിക്കും, ബന്ധുജനങ്ങളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുക, ആഭരണങ്ങൾ സിദ്ധിക്കുക, യാത്രകൾക്ക് അവസരങ്ങൾ ഉണ്ടാവുകയും അതുമൂലം സന്തോഷിക്കുകയും ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കുകയും ബന്ധു സഹായം ലഭിക്കുകയും ഫലങ്ങളാകുന്നു. ഇനി മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാരുടെ ധനുമാസ ഫലങ്ങൾ പരിശോധിക്കാം. ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണപ്രദമായിട്ടുള്ള മാസമല്ല ധനുമാസം. എങ്കിലും ചെറിയ തോതിലുള്ള ധനവർദ്ധനവ്, കാര്യവിജയം എന്നിവ കാണുന്നു. അഗ്നിസംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക. ബന്ധുക്കളോടും അധികാരികളോടും സംസാരിക്കുമ്പോൾ കലഹമുണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കുക. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. ഇനി ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ധനുമാസ ഫലങ്ങൾ പരിശോധിക്കാം. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ മാസം. കാര്യവിജയം, വാഹന ലാഭമുണ്ടാകും, ആരോഗ്യം തൃപ്തികരമായിരിക്കും, മാനസികമായി വളരെയധികം സന്തോഷം അനുഭവപ്പെടും, ധനപ്രാപ്തിയും ആരോഗ്യവും തൃപ്തികരമായിരിക്കും. ഇനി അവിട്ടം അന്ത്യപകുതി, ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ധനുമാസ ഫലങ്ങൾ പരിശോധിക്കാം. ഈ കൂറുകാർക്കും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് വരുവാൻ പോകുന്നത്, അനുഭവത്തിൽ വരുന്നത്. കാര്യവിജയം, സ്വാദിഷ്ടമായ ഭക്ഷണം, സുഖനിദ്ര എന്നിവ അനുഭവപ്പെടും. കുടുംബകാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉദരസംബന്ധമായ രോഗവും നേത്രരോഗവും എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ആയതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പുരുരുട്ടാതി മുക്കാൽ ഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ധനുമാസ ഫലങ്ങൾ പരിശോധിക്കാം. ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണപ്രദമായിട്ടുള്ള മാസമാകുന്നു ധനുമാസം. ആയതിനാൽ പരമാവധി ഈ മാസം പ്രയോജനപ്പെടുത്തുക. ആരോഗ്യപരമായി വളരെയധികം തൃപ്തികരമായിട്ടുള്ള മാസമാകുന്നു ഈ ധനുമാസം. വരുമാനം വർദ്ധിക്കും, മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനം ലഭിക്കും, തൊഴിൽ രംഗത്തും കച്ചവടത്തിലും പുരോഗതി, കാര്യവിജയം എന്നിവയൊക്കെ ഫലങ്ങളാകുന്നു. ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.